പറഞ്ഞത് കേട്ടില്ലേ ബാലു? അങ്ങനെയാണെങ്കിൽ പിന്നെ ലീവ് എടുത്തിരുന്ന സിഇഒ എന്തിനാ ഓഫീസിലേക്ക് വരാനായിട്ട് പറഞ്ഞത്? ഞാൻ വിചാരിച്ച രീതിയിൽ തന്നെയാ കാര്യങ്ങൾ എത്തുന്നത്. ബാലു പ്ലീസ്, ബാലു ചെല്ല. ആദ്യം ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയണം. ലീവ് എടുത്തിരുന്ന സിഇഒയെ വരാൻ പറഞ്ഞത് എന്തിനാ? വരാനൊന്നുമില്ല. അതുൽ ഘോഷ് വരുമെന്ന് പറഞ്ഞാണല്ലോ അപർണ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത്. ഇന്ന് ലീവ് ആയിരുന്നു. ഏയ്, സിഇഒക്ക് അറിയാലോ ആള് കൊൽക്കത്തയിലാണെന്ന്. ഇല്ല, അതിൽ വരും. എമർജൻസി മീറ്റിംഗ് ആണെന്ന് പറഞ്ഞ് ഫോൺ തന്നു. എന്തോ ഞങ്ങൾ ആരും അറിഞ്ഞില്ല. നീ എന്തിനാ ചിരിച്ച? ചേടാ ഇതെന്ത് പാട്? ബാലുവിന്റെ ചോദ്യം കേട്ടാ എങ്ങനെ ചിരി വരാതിരിക്കും? അതുമല്ല, ബാലുവിന്റെ ഭാര്യയല്ലേ സിഇഒ, അങ്ങോട്ട് ചോദിച്ചാ പോരെ. ഞങ്ങളോട് ദേഷ്യം കാണിക്കുന്ന എന്തിനാ? ചിലപ്പോ സിയോട് ഒന്ന് സംസാരിക്കണമെന്ന് തോന്നിക്കാണും എം ഡിക്ക്. അങ്ങനെ വിളിച്ചു ഞാൻ പറഞ്ഞു ബാലു ഞാൻ പറഞ്ഞു എന്താ എന്താ ബാലു? ഇതൊക്കെ എന്താ പ്രശ്നം? എന്താ വിനീത്, എന്താ പ്രശ്നം? ഒന്നുമില്ല മാഡം, ആരോടൊക്കെയുള്ള ദേഷ്യം ഞങ്ങളോട് തീർക്കുക. എന്താ ബാലു, കാര്യം എന്താ? എന്താ സംഭവിച്ചത്? മിണ്ടരുത് നീ. ബാലു, എന്താ ഇതൊക്കെ? എന്താ എനിക്ക് സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പു. ബാലുവിനൊന്നും സംഭവിക്കുന്നില്ല. ബാലു ചുമ്മാ ഓരോന്ന് സങ്കല്പിച്ച് അതാണ് സത്യം എന്നങ്ങ് ഉറപ്പിക്കുക, എന്നിട്ട് അതിൽ പിടിച്ച് ഓരോന്ന് പ്രവർത്തിക്കുക. ഇന്ന് തന്നെ ബാലുവിന് ഓഫീസിൽ കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി ആകെ വെപ്രാളം പിടിച്ച് വന്നാണെന്ന്. ബാലുവിന് എന്നെ വിശ്വാസമില്ലേ? അതല്ല അപ്പു, എന്നേക്കാൾ ഈ ലോകത്തിൽ വിശ്വാസമുള്ള ഒരേ ഒരാൾ എന്റെ അപ്പുവാ. പക്ഷെ അവൻ, ആ കിരൺ, അവൻ കുറുക്കനാ അപ്പു. അവൻ നമ്മുടെ ഇടയിൽ ഒരു അകലം ഉണ്ടാക്കാൻ വേണ്ടി മനഃപൂർവ്വമായിട്ട് കളിക്കുന്ന കളിയാ ഇതൊക്കെ. അപ്പുവിന് അതൊന്നും മനസ്സിലാവാത്തോണ്ടാ. അതുൽ ഘോഷിന്റെ പേരും പറഞ്ഞ് അപ്പുവിനെ അവൻ ഓഫീസിൽ വിളിച്ചതൊക്കെ മനഃപൂർവ്വ. അങ്ങനെയല്ലാന്ന് അപ്പുവിന് പറയാൻ പറ്റൂ. ഇനി അഥവാ അങ്ങനെ ആണെന്നിരിക്കട്ടെ, ബാലുവിന് എന്നെ അറിയില്ലേ? നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് പല പ്രാവശ്യം സംസാരിച്ചതല്ലേ? എനിക്കറിയാം ബാലു ഒരു പാവാ. പാവം എന്ന് വെച്ചാ വെറും പാവം. അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. തന്റെ കാര്യത്തില് ഞാനൊരു സ്വാർത്ഥനായി പോകുന്നു അപ്പു. സ്വാർത്ഥനാവണം, അതിനെന്താ? ബാലുവിന്റെ കാര്യത്തിൽ ഞാനും സ്വാർത്ഥയാ. ബാലു ഇല്ലാത്തൊരു ലോകത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. എപ്പോഴും ബാലു എന്നോടൊപ്പം വേണമെന്ന് തന്നെ എന്റെ ആഗ്രഹം. ഞാനും ആ രീതിയിൽ സ്വാർത്ഥയാ. പക്ഷെ ബാലു ഏത് ലോകസുന്ദരിയോട് സംസാരിച്ചാലും അടുത്തിടപഴകിയാലോ ഒരു നുള്ളു സംശയം പോലും എനിക്കുണ്ടാവില്ല. കാരണം ഞാൻ അന്ന് പറഞ്ഞതുപോലെ ബാലു ഞാനും ഒന്നാണെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്.
സോറി. കഴിഞ്ഞതിനൊക്കെ സോറി. ഒറ്റ ഇടിവെച്ച് തരാനാ തോന്നേ. ഇനി ഞാനൊരു കാര്യം ചെയ്യും. ഇനി ഇങ്ങനെ ഉണ്ടാവുമ്പോ കംപ്ലീറ്റ് കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത് കാണിച്ചു തരും. അതിന് ഇനി അങ്ങനെ ഉണ്ടാവില്ലല്ലോ. ഉം. ഉം. സത്യം. കണ്ടോ അമ്മേ, അച്ഛൻ അമ്മയോടുള്ള കെയർ കണ്ടോ? അച്ഛൻ അവരെ വഴക്ക് പറഞ്ഞത് അമ്മ ഒട്ടും വിഷമിക്കണ്ട. നമ്മളെ വിഷമിപ്പിച്ചതിന് നമുക്ക് വേണ്ടി അച്ഛൻ കണക്ക് തീർത്തതാ. എന്തായാലും അച്ഛന്റെ പെർഫോമൻസിന് എന്റെ സമ്മാനം. ഇനി അച്ഛൻ വായി തുറന്നേ. ആ, ഇല്ല, ഇത് എന്താ അച്ഛാ? എനിക്കല്ല. ഈ മിഠായി ആദ്യം അമ്മയ്ക്ക് കൊടുക്കണം. അമ്മയ്ക്കാണ് നിങ്ങൾ എന്നും മധുരം കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് വേണ്ടി സുധ രക്തം വിയർപ്പാക്കി. അതിന് പകരമായി അമ്മയെ എന്നും സന്തോഷിപ്പിക്കണം. ചെല്ല. അമ്മേ, അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ? ദാ അമ്മയ്ക്ക്. എനിക്ക് വേണ്ട മോളെ. അമ്മ കഴിച്ചാലേ അച്ഛൻ കഴിക്കൂ. പ്ലീസ് അമ്മേ, ആ കഴിക്ക് കഴിക്ക്. ഇനി അച്ഛന് തന്നോളൂ. എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു. എല്ലാരും കൂടി ബാലുവിന്റെ വീട്ടിൽ പോകുന്നു, വിരുന്നു പോയതുപോലെ അഭിനയിക്കുന്നു, മുറിയൊക്കെ പരിശോധിക്കുന്നു, കൃഷ്ണമൂർത്തിയെ കണ്ടുപിടിക്കുന്നു, ബഹളം വെക്കുന്നു, എന്നിട്ട് അപർണയുമായി തിരിച്ചു വരുന്നു. എന്നിട്ടോ എന്നിട്ട് എന്തായി അങ്കിളെ? അപർണയെ കൂട്ടിക്കൊണ്ട് വന്നോ? അപർണ ഇപ്പൊ അപർണയുടെ വീട്ടിലാണോ അതോ ബാലുവിന്റെ വീട്ടിലാണോ? എന്താ മറുപടി ഒന്നും ഇല്ലേ? കളിയാക്കാതെ കിരണേ. എന്തായാലും ഒരു ട്രാപ്പിൽ പെട്ടുപോകുന്നതായിട്ട് അപ്പോൾ ഒരു തോന്നൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി അവിടെ ഒരു പുകച്ചിൽ ഉടൻ തുടങ്ങും. അപ്പൂനവിടെ അധിക നേരം പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അപ്പു തിരികെ വരും. ഞങ്ങളുടെ പ്ലാൻ വിജയിപ്പിച്ച് കാണിച്ചു തരാം. നീ കണ്ടോ? മാങ്ങാ തൊലി കാത്തിരുന്നോ. പ്ലാൻ അങ്ങ് വിജയിപ്പിക്കും പോലും. അവര് തമ്മിൽ തെറ്റും. പക്ഷേ അത് അങ്കിളിന്റെ കൃഷ്ണമൂർത്തി പ്ലാൻ വെച്ചല്ല, എന്റെ പ്ലാനിൽ കൂടിയാ ഞാൻ അവരെ പിരിക്കാൻ പോകുന്നത്. ഇന്നത്തെ എന്റെ കളികൾ കൃത്യമായിട്ട് വർക്കൗട്ടായി. അപർണ ഓഫീസിലെത്തിയതിന് പിറകെ ബാലി തീ പിടിച്ചതുപോലെ ബാലു ഓഫീസിലെത്തി. പിന്നെയൊക്കെ ഞാൻ പ്ലാൻ ചെയ്ത പോലെ തന്നെയായിരുന്നു. ഓഫീസിലെ 1-2 സ്റ്റാഫിനെ പ്രമോദ് വഴി ഞാൻ എന്റെ പക്ഷത്ത് ചേർത്തിട്ടുണ്ട്. ഒരു കാര്യമുണ്ട്. അപ്പൂന് ബാലുവിന്റെ മേൽ കടുത്ത ഇഷ്ടമുണ്ട്. ഒരു മാസം, ഒരൊറ്റ മാസം. അതിനിടയില് അപർണ കോളനി വീട്ടിൽ നിന്ന് ഇറങ്ങും, തിരിച്ച് അവളുടെ വീട്ടിലെത്തും. അത് നടന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ ലോകത്തുണ്ടാവില്ല. ഞാൻ സത്യമാ പറയുന്നത്. ഒരു മാസം, ഒരൊറ്റ മാസം. അതിനിടയില് അവര് തമ്മിൽ പിരിഞ്ഞില്ലെങ്കിൽ ഞാൻ എന്റെ ഓഫീസിനുള്ളിൽ കെട്ടി ഞാനാകെ ഭ്രാന്ത് കയറി നിൽക്കുമായിരുന്നു. ഇവിടത്തെ പ്രശ്നങ്ങൾ
അതിനു പുറമെ നമ്മൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ വേറെയും. നമ്മൾ തമ്മിൽ എന്ത് പ്രശ്നം? ഒരു പ്രശ്നവുമില്ല, ഒക്കെ ക്ലോസ്ഡ്. ഇനിയും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വന്നാലേ നല്ല ഇടി വെച്ച് തരും. മുമ്പ് എത്ര നല്ല ദിവസങ്ങളായിരുന്നു അപ്പു നമ്മള് സന്തോഷിച്ച് കടന്നു പോയത്. പക്ഷെ ഇപ്പോ ഇപ്പോഴെന്താ? ദേ, ഞാൻ പറഞ്ഞു, ഇപ്പോഴും ഒന്നുമില്ല. പഴയതിനേക്കാൾ സന്തോഷത്തോടെയാ നമ്മൾ കഴിയുന്നത്. അങ്ങനെയാ ഞാൻ വിശ്വസിക്കുന്നത്. പിന്നൊരു കുടുംബാവുമ്പോ ചിലർ പിണക്കങ്ങളൊക്കെ കാണും. ദാമ്പത്യത്തിന്റെ രസം ഇരിക്കുന്നതേ ഈ കൊച്ചു കൊച്ചു പിണക്കങ്ങളിലാണെന്നാ പ്രശസ്ത കവിയായ ഡോക്ടർ ജിബ്രാട്ടോസ്കി പറഞ്ഞിരിക്കുന്നത്. നീയില്ലാതെ എനിക്ക് പറ്റില്ല അപ്പു. പറ്റില്ല. പാലും ഇല്ലാതെ എനിക്ക് പറ്റുമോ? അതും പറ്റില്ല. അതായത് നമ്മളില്ലാതെ നമുക്ക് പറ്റില്ല എന്ന്. ആ കിരണിനോട് നീ സംസാരിക്കുന്നത് കാണുമ്പോ എനിക്കെന്തോ വല്ലാതങ്ങ് ദേഷ്യം കേറും, നിലതെറ്റിപ്പോവും. ഇന്ന് തന്നെ ഓഫീസിലെത്തിയ എന്നെ പഞ്ച് ചെയ്യാൻ പോലും സമ്മതിച്ചില്ല. അതെന്നെ ഒഴിവാക്കി നിർത്താൻ വേണ്ടി തന്നെയാണെന്നാ ഞാൻ വിശ്വസിക്കുന്നത്. ബാലു അതിനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കാതിരുന്നാ മതിയായിരുന്നു. അതായത് എന്നെ MD ഫോൺ വിളിച്ചു, ഓഫീസിൽ ചെല്ലണമെന്ന് പറഞ്ഞു. ഞാൻ പോയി. ഞാൻ ഓഫീസ് ജോലി ചെയ്യാൻ പോയതാണെന്ന് ബാലു ചിന്തിച്ച കാര്യങ്ങൾ അവിടെ തീരുമായിരുന്നു. അപ്പോ ഞാൻ പറയട്ടെ ബാലു, ആ ഓഫീസ് നമ്മുടെ ഓഫീസാ. നമ്മൾ അവിടെ വർക്ക് ചെയ്ത് തുടങ്ങി വളരെ കാലത്തിന് ശേഷാ കിരൺ അവിടെ വരുന്നത്. അപ്പോ നമ്മൾ അവിടുന്ന് എന്തിനാ മാറുന്നേ? നമുക്ക് നമ്മളെ പരസ്പരം വിശ്വാസമുള്ളിടത്തോളം കാലം നമുക്ക് ലോകത്തെവിടെയും സന്തോഷത്തോടെ കഴിയാൻ പറ്റും. പഴയ കാലം വിട്ടേ ഓരോ അവസ്ഥയിലും ഓരോ ആൾക്കാരും പലതും കാണിച്ചു കൊടുക്കും. ഇപ്പൊ എങ്ങനെയാണെന്നുള്ളത് മാത്രം നോക്കിയാ മതി. ആ അച്ഛമ്മയ്ക്കൊക്കെ അച്ഛൻ ശരിക്കും കൊടുത്തില്ലേ? അതാർക്കാ? നമുക്ക് വേണ്ടിട്ടല്ലേ? ശോ, ആ സമയത്ത് ഞാൻ അവിടെ ഇല്ലാതായി പോയല്ലോ എന്നുള്ളതാണ് എന്റെ വിഷമം. ആ അച്ഛമ്മ നിന്ന് വേർക്കുന്നത് എനിക്കൊന്ന് കാണണമായിരുന്നു. ആ പിള്ളേച്ചൻ വിറച്ച് നിൽക്കുന്നത് കണ്ടോ? അച്ഛനോട് അയാൾ കാണിക്കുന്ന ബഹുമാനം കണ്ടോ? നമ്മളോടും പിള്ളേച്ചൻ സ്നേഹം കാണിച്ചത് കണ്ടോ? അതെന്തുകൊണ്ടാ? അച്ഛനോടുള്ള മതിപ്പ് കൊണ്ടാ. അത് മതിപ്പാണെന്നൊന്നും തോന്നുന്നില്ല. അച്ഛനോടുള്ള പേടി കൊണ്ടും ആയിക്കൂടെ? ആ, പേടിക്കട്ടെ. ഇതുവരെ നമ്മളല്ലേ പിള്ളേച്ചനെ പേടിച്ചു നടന്നത്. ഇനി അങ്ങേര് നമ്മളെ കുറച്ചു കാലം പേടിക്കട്ടെ. സത്യം പറ, ചേട്ടൻ ഇപ്പൊ ആകെ ഒരു ധൈര്യം തോന്നില്ലേ? ആർക്കും നമ്മളെ ചുമ്മാതെ അങ്ങനെ പേടിപ്പിക്കാൻ പറ്റില്ലെന്നുള്ള ഒരു തോന്നലില്ലേ? ഇനി വേണേ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. എന്താ? അച്ഛനൊന്ന് മനസ്സ് വെച്ച കീർത്തന ചേച്ചിയെ എന്റെ ചേട്ടന് തന്നെ കിട്ടും കേട്ടോ. അമ്മേ, ഇത്രയും മതിയോ? കുറച്ചും കൂടി ഇടട്ടെ. കുറച്ചുകൂടി. എന്തായതമ്മേ? അമ്മ എന്താ നമ്മളോട് ദേഷ്യപ്പെട്ടിരിക്കുന്ന പോലെ തല കുമ്പിട്ടിരിക്കുന്നേ? ഒന്ന് മുഖത്ത് നോക്കമ്മേ. മാധവന്റെ ഇവിടെ? മാധവ എങ്ങനെ ഇവിടെ വന്നു? മാധവേ, മാധവേ, ആഹാരത്തിന്റെ മുമ്പിൽ എണീക്കരുതമ്മേ. കഴിച്ചിട്ട് പോവാമേ. മാധവേ,
നീ എന്റെ മോളാണ്. എനിക്ക് സന്തോഷമായി മോളെ. ഇനി മരിച്ചാലും സന്തോഷത്തോടെ തന്നെ മരിക്കാം. എന്റെ മോളുടെ കൈകൊണ്ട് ഭക്ഷണം വാങ്ങി കഴിച്ചിട്ടാ മരിക്കുന്നതെന്നാ സന്തോഷത്തിൽ മരിക്കാം. മരിക്കേ ഇപ്പോഴോ? എന്റെ മാധു അമ്മ ഇപ്പോഴൊന്നും അങ്ങ് പോവില്ല. പോവാൻ ഞാൻ സമ്മതിക്കൂല. മാധവമ്മേന്റെ മോന് മാധവമ്മനെ വേണ്ടായിരിക്കും, പക്ഷേ എനിക്ക് എന്റെ മാധവമ്മനെ വേണം. എല്ലാവരോടുമായിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്റെ മാധവമ്മേനെ ഞാനങ്ങ് കൊണ്ടുപോവാ. അല്ലേ മാധവമ്മ? സുഖമാണോ? നന്നായിട്ടിരിക്കുന്നു. അപ്പൊ മാധവമ്മ ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. എൻഗേജ്മെന്റിന് പരിചയപ്പെടുത്തി തന്നതല്ലേ? ആണോ? മീനാക്ഷി, സാഗരെ, സുധാമണി, സാഗറിന്റെ വികൃതികളൊക്കെ ഇപ്പൊ എങ്ങനെയുണ്ട്? നല്ലോണം കൂടിയിട്ടുണ്ട്. മാധവമ്മ വാ. അയ്യോ വേണ്ട മോളെ, ഞാൻ മാധവമ്മേന്റെ വീട്ടിലാക്കിയിട്ട് വരാം. മാധവമ്മ ഒന്ന് വിശ്രമിച്ച ശേഷം നമുക്ക് പോയി കാണാം. ശരത്തേട്ടനോടെ അതൊക്കെ വലിയൊരു കഥയാണ് മോനെ. ഞാൻ സുധാമണിക്കൊരു ഉപദേശം കൊടുത്തിട്ടുണ്ട്. അത് കേൾക്കുമ്പോ നിങ്ങൾക്ക് വിഷമം തോന്നും. എന്തുപദേശം മാധവമ്മ? മക്കൾക്ക് വേണ്ടിയിട്ട് മാത്രമായി ജീവിക്കരുതെന്ന്, അവനവന് വേണ്ടിയും കൂടി ജീവിക്കണമെന്ന്. സമ്പാദ്യത്തിന്റെ ഒരു ഭാഗം തനിക്കും കൂടി മാറ്റിവെക്കണം. അത് ചെയ്തില്ലെങ്കിൽ എന്റെ ഗതി വരും. അനാഥാലയത്തിൽ ചെന്ന് കിടക്കേണ്ടി വരും. അതൊക്കെ പറയാം മോനെ. ഞാൻ മാധവമ്മേനെ ഒന്ന് വീട്ടിലാക്കിയിട്ട് വരാം. പിള്ളേച്ച, അത് മാധവമ്മേന്റെ വീടല്ലേ? മാധവമ്മയല്ലേ ആ വീടിന് കാശ് തന്നത്? മാധവമ്മേന്റെ മകൻ മാധവമ്മേനെ പറ്റിച്ച് എഴുതി വാങ്ങിച്ചതാ അത്. പിന്നല്ലാതെ. അയ്യോ, ഇത് മാധവമ്മയ്ക്ക് അവകാശപ്പെട്ട വീടല്ലേ? അല്ല പിന്നെ സുധാമണി ഒരു കാര്യം പറഞ്ഞ ഞാൻ പിന്നെ എതിർക്കുവോ? അല്ല, സുധാമണി പിന്നെ ആരാ? എന്റെ കൂട്ടുകാരൻ മൂർത്തിയുടെ ഭാര്യയല്ലേ? ഞാൻ തരും, താക്കോൽ ഇപ്പൊ കൊണ്ടുതരും. പിള്ളയുടെ നല്ല മനസ്സിനെ ദൈവം അനുഗ്രഹിക്കും. അയ്യോ, ദൈവമല്ല, നല്ലവനായ മൂർത്തിയാ എനിക്ക് വരുത്. ഇപ്പൊ വരും. വിചാരിച്ചതിലും നന്നായൊക്കെ മുന്നോട്ട് പോവുകയാ. സാഗറിന് ചെറിയ രീതിയിലൊരു മനമാറ്റം വന്നിട്ടുണ്ട്. അത് പൂർണ്ണമായ രീതിയിലെ മാറ്റമായി മാറ്റിയെടുക്കണം. എന്തായാലും ശരി, എത്രയും പെട്ടെന്ന് പോയ കാര്യം സാധിച്ച് തിരിച്ചു വരണം. സത്യം പറഞ്ഞാൽ ഓരോ ദിവസം വൈകുന്തോറും എനിക്കിവിടെ പേടിയാവാ. എന്താ ഞാനിവിടെ അങ്ങ് കൂടിക്കളയുന്ന? എന്തായാലും രേഖാമൂലം ഇപ്പൊ അവളാണല്ലോ ഭാര്യ. അവളും മക്കളും കൂടി ചേട്ടനെ അവിടെ പിടിച്ചു നിർത്തിയാ. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാ
ഞാൻ ആരാണെന്ന് അപ്പൊ അറിയും. കൊല്ലും ഞാൻ അവളെ. നീ കൊല്ലണ്ട. വിചാരിച്ച രീതിയിൽ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ ഞാൻ തന്നെ അവളെ അങ്ങ് കൊല്ലും. അത് കേട്ടാ മതി. ബാലുവും അവന്റെ ഭാര്യയും തമ്മിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടോ എന്നൊരു സംശയം. അതും നമുക്ക് ഗുണമാ. ഇവിടെ ഒന്ന് അലങ്കോലമായാൽ അതിനിടയിൽ നിന്നൊരു നേട്ടമുണ്ടാക്കാൻ നമുക്ക് എളുപ്പമാ. ഈ 1 മാസത്തിനുള്ളിൽ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടത്തണം. നീ പേടിക്കാതെ, ഒക്കെ ഞാൻ നോക്കിക്കോളാം. ശരി ഡോക്ടർ, മരുന്നൊക്കെ കൃത്യമായി കഴിക്കുന്നുണ്ട്. ഡോക്ടർ പറഞ്ഞ രീതിയിൽ തന്നെയാണ് മരുന്ന് കഴിക്കുന്നത്. ഡോക്ടറോ? ഓ, ആരോ വന്നിട്ടുണ്ടല്ലേ? ശരി ഡോക്ടർ. ഓക്കെ ഓക്കെ. സുധാമണി, നിന്റെ അടുത്തങ്ങ് നിൽക്കാനുള്ള യോഗ്യത എനിക്കില്ല സുധാമണി. ഭക്ഷണം മുഴുവൻ കഴിക്കണം, ആരോഗ്യം ശ്രദ്ധിക്കണം. അയാൾ അവിടെ തന്നെ ഉണ്ടോ? ആരാ മമ്മി? ബാലുന്റെ അച്ഛനാണോ? അച്ഛനെ അപ്പുറത്തെ ബ്ലോക്കിലേക്ക് മാറ്റിയിട്ടുണ്ട്. അച്ഛനോ? ആ ക്രിമിനലോ? അയാളെയാണോ നീ അച്ഛനെന്നും പറഞ്ഞ് വിളിക്കുന്നത്? നിന്റെ അച്ഛൻ മഹേഷാണ്. അതറിയാം, പക്ഷെ എന്റെ ഭർത്താവിന്റെ അച്ഛനും എനിക്ക് അച്ഛന്റെ സ്ഥാനത്ത് തന്നെയാ. ഓ, അങ്ങനെയാണല്ലേ? നിന്റെ അച്ഛനാണ്. ശരി, നിന്റെ പുതിയ അച്ഛൻ ഞങ്ങളുടെ നേർക്ക് ഷൗട്ട് ചെയ്തത് കണ്ടായിരുന്നല്ലോ. ഞങ്ങളെ ആക്ഷേപിച്ചത് കേട്ടായിരുന്നോ? അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞില്ലേ? അച്ഛമ്മയും അമ്മയും അവഹേളിക്കുന്നത് കണ്ട് നിവർത്തിയില്ലാതെ അച്ഛൻ പൊട്ടിത്തെറിച്ചതാ. അതിനച്ഛൻ ക്ഷമ ചോദിക്കുകയും ചെയ്തല്ലോ. ഞാനീ ക്ഷമ പറഞ്ഞില്ലേ? ഞങ്ങളാ അച്ഛനോടൊന്ന് മാറി നിൽക്കാൻ പറഞ്ഞ്. അങ്ങനെയാ അച്ഛൻ ആ മുറിയിൽ നിന്ന്. എന്തായാലും നീ ഇങ്ങോട്ട് വരണം. ഞാൻ വരണമെന്നോ? എവിടെയാണെന്ന് നിനക്കറിയില്ലേ? ഇവിടെ, ഈ വീട്ടിൽ, നിന്റെ ഈ വീട്ടില്. എന്റെ ആ വീട്ടിൽ വന്നിട്ട് 2 പ്രാവശ്യം എന്താ നടന്നതെന്ന് മമ്മിക്കറിയാലോ. ഒരിക്കൽ ഇവിടുത്തെ അമ്മയെ അവഹേളിച്ചു, അടുത്ത പ്രാവശ്യം പാർട്ടിയിൽ വെച്ച് ബാലുവിനെ അവഹേളിച്ചു. ഏതായാലും ഞങ്ങൾ അങ്ങോട്ട് വരാം, കുറച്ചു ദിവസം കൂടെ കഴിയട്ടെ. മോളെ പ്ലീസ്, ഞങ്ങൾ ആ കൃഷ്ണമൂർത്തിയെ കുറിച്ച് അന്വേഷിച്ചു. ഓ, അയാള് കുഴപ്പക്കാരനാ. ഒരുപാട് ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളാ. മമ്മി, ഇപ്പൊ അദ്ദേഹം ഒരു നല്ല മനുഷ്യനായിക്കൊണ്ടിരിക്കുക. ജയിലിൽ കിടന്ന വ്യക്തിക്ക് ഒരിക്കലും നന്നാവാൻ പാടില്ലെന്നുണ്ടോ? ഓ മോളെ, നിന്നോട് ന്യായം പറഞ്ഞ് തർക്കിക്കാനൊന്നും എനിക്ക് വയ്യ. നോക്ക്, നീ ഒരു CEO ആണ്. കിരൺ അന്ന് വിളിച്ചപ്പോ പറഞ്ഞിരുന്നു, നിന്നെ പോലെ ടാലന്റഡ് ആയിട്ടുള്ള ഒരാളെ കിരൺ കണ്ടിട്ടില്ലെന്ന്. ആയിരിക്കാം. കമ്പനി UAE-ലും ബ്രാഞ്ചുകൾ തുടങ്ങുന്നുണ്ട്. നിന്നെ അതിന്റെ ഹെഡ് ആക്കുമെന്നും കിരൺ പറഞ്ഞു. അങ്ങനൊരു പോസ്റ്റിലേക്ക് എന്നെ പരിഗണിച്ചതിൽ വളരെ സന്തോഷം. പക്ഷേ ആ ഓഫർ സ്വീകരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ഞാനല്ലേ? മോളെ, അങ്ങനെ റെപ്യൂട്ടഡ് ആയ ഒരു കമ്പനി സ്റ്റാഫ് ഇതുപോലൊരു കോളനിയിൽ ചെന്ന് താമസിക്കുന്നത് ഡിഗ്നിറ്റിക്ക് ചേർന്നതല്ല. ഒരു ജയിൽ പുള്ളിയാണ് അമ്മായിയച്ഛനെന്ന് പറയുന്നത് എന്തൊരു നാണക്കേടാ. മമ്മി, Shut up and get lost. അമ്മേ, എന്താ അമ്മേ? എന്താ യാമിനി? നട്ടെല്ലുണ്ടെങ്കിലേ നീ എന്റെ കൂടെ വാ. നമുക്ക് 2 പേർക്കും കൂടി അവിടെ പോയി ചോദിച്ചിട്ട് വരാം. അമ്മ ആദ്യം കാര്യം എന്താണെന്ന് വെച്ച് പറ. അവൻ ആ ബാലു ഉണ്ടല്ലോ, യാമിനിയോടെ ഷൗട്ട് ചെയ്യുന്നു. യാമിനിയോട് വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞു. അവനൊക്കെ തനി സ്വഭാവം എടുത്തു തുടങ്ങി. ആ മൂർത്തി വന്നതിന്റെ തിണ്ണമെടുക്ക. ഞാൻ ചെന്ന് ചോദിക്കും, എനിക്ക് ചോദിക്കണം. യാമിനി,
എന്താ നടന്നത്? ഞാൻ കുറച്ചു നേരത്തെ അപ്പൂനെ വിളിച്ചിരുന്നു. ആ കൃഷ്ണമൂർത്തിയുടെ കാര്യം ചോദിക്കാനാ വിളിച്ചത്. അവള് ഫോൺ ലൗഡ് സ്പീക്കറിൽ ഇട്ട് കാണും. ഒന്നുമല്ല, ലൗഡ് സ്പീക്കർ ഇട്ടതൊന്നുമല്ല. അവൻ ചെവിയും വട്ടം പിടിച്ച് ഫോണിന്റെ അടുത്ത് നിന്ന് കാണും. സംസാരിക്കുന്നതിനിടയില് ഞാൻ കൃഷ്ണമൂർത്തിയെ കുറിച്ചും അവിടുത്തെ അന്തരീക്ഷത്തെ കുറിച്ചൊക്കെ എന്ന് പറഞ്ഞു. കിരൺ വിളിച്ചു പറഞ്ഞ കാര്യത്തെക്കുറിച്ചും പറഞ്ഞു. പെട്ടെന്ന് ബാലുവിന്റെ ഒരു ഫയറിംഗ്. നീ ഇവിടെ കമന്ററി നടത്തിക്കൊണ്ടിരിക്കണോ? ഇങ്ങോട്ട് വന്നേ, നമുക്ക് അങ്ങോട്ട് പോവാം. അവന്റെ ചെകിട്ടത്ത് രണ്ട് പൊട്ടിക്കണം എനിക്ക്. നമ്മുടെ 7 അയലത്ത് നിൽക്കാനുള്ള യോഗ്യതയില്ല അവന്. നമ്മുടെ ഔദാര്യം കൊണ്ട് ആളായവൻ നമ്മളെ ചീത്ത വിളിക്കുന്നു. എന്താ ബാലു പറഞ്ഞത്? Shut up and get lost എന്ന്. മലയാളത്തിൽ തർജ്ജമയും ചെയ്തു തന്നു. വായടച്ച് പോയി തൊലയാൻ. എന്തു പറയുന്നു? വായടച്ചു പോയി തൊലയണോ അതോ അവിടെ ചെന്ന് അവന്റെ മുഖം അടച്ച് രണ്ട് കൊടുക്കണോ? അമ്മേ, രണ്ടും വേണ്ട. ഞാനൊന്ന് പറയട്ടെ, അമ്മ കേൾക്കണം. അന്ന് കൃഷ്ണമൂർത്തി നമ്മളെ അപമാനിച്ചത് മുതൽ അയാൾക്കെതിരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. കൃത്യമായൊരു ട്രാപ്പിൽ അയാളെ കൊണ്ടുവന്ന് എത്തിക്കാനാ ഞാൻ ആലോചിച്ചത്. അതിനിടയിലാ ഇങ്ങനെ ഒരു സംഭവം. അമ്മേ, മഹേഷ്, ഈ സംഭവം നമുക്കൊരു അവസരമാ. അവസരോ? എന്തവസരം എന്നാ നീ പറയുന്നേ? അപർണയുടെ കയ്യിൽ നിന്നും ഫോൺ തട്ടിപ്പറിക്കും പോലെ വാങ്ങിയ ബാലു സംസാരിച്ചത്. എനിക്ക് അങ്ങനെയാ തോന്നിയത്. ഉറപ്പായിട്ടും അത് അപർണയ്ക്ക് ഇഷ്ടപ്പെട്ട് കാണില്ല. അവളുടെ രീതികള് നമുക്കറിയാമല്ലോ. വ്യക്തിത്വം അവൾ ആർക്കും അടിയറവ് വെക്കില്ല. ഈ സംഭവം അവർക്കിടയില് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കും. ചില ചോദ്യങ്ങൾ അവള് തന്നെ ബാലുവിനോട് ചോദിക്കും. സത്യം പറഞ്ഞ ബാലു എന്നോട് ഒച്ചപ്പാടുണ്ടാക്കിയതില് എനിക്കിപ്പോ സന്തോഷമാ തോന്നുന്നത്. പ്രശ്നങ്ങൾ അവരുടെ ഇടയിൽ തന്നെ തുടങ്ങും. ഞാനൊരു കാര്യം ചെയ്യാം, അപ്പൂനെയും ബാലുവിനെയും ഓഫീസിൽ ചെന്ന് കാണാം. ഒന്നും വേണ്ട. എനിക്ക് തോന്നുന്നത് കുറച്ചു ദിവസം നമ്മൾ വെറുതെ അങ്ങ് ഇരുന്നാ മതിയെന്ന. ആ കൃഷ്ണമൂർത്തി കൂടി വന്നതോടെ ആ വീട്ടിലെ അന്തരീക്ഷം ആകെ മാറിയതായി അപ്പൂന് മനസ്സിലായി തുടങ്ങി. അവളായിട്ട് തന്നെ ഇങ്ങോട്ട് വരും. സത്യം പറഞ്ഞ ഞാൻ ബാലുവിന് എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? മോനോ ഇവിടെ വന്നിരിക്കുന്നത് എന്തിനാ? വീട്ടിലെങ്ങാനും പോയി ഇരുന്നൂടെ? ആൾക്കാര് കണ്ടാൽ ഓരോന്നും പറയാം, അത് മതി. അല്ല മോനെ, ഞാൻ കരുതിയത് ഞാൻ അവിടെയുള്ളതാണ് നിങ്ങൾക്കൊരു പ്രയാസമുണ്ടാക്കുന്നതെന്നാ. ഒറ്റയ്ക്കിരിക്കുമ്പോ ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കാൻ പറ്റും. പഴയ നല്ല കാലത്തേക്ക് പോകാൻ പറ്റും. ജീവിതത്തിലെ നല്ല കാലമൊക്കെ ഇല്ലാതാക്കിയതേ സ്വന്തമായിട്ട് തന്നെയല്ലേ? അതെ, മോൻ പറയുന്നത് നേരാ. എന്റെ ജീവിതം ഞാൻ തന്നെയാ നശിപ്പിച്ചേ. ദൈവം എനിക്ക് തന്ന 3 പൊന്നോമന മക്കളുടെ കാര്യം പോലും ഞാൻ നേരാമണ്ണം നോക്കിയില്ല. ഇനിയിപ്പം കഴിഞ്ഞ കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്തിനാ? പോട്ടെ. ഈ വഴി മോൻ ഓർമ്മയുണ്ടോ? പിന്നെ ഓർമ്മയില്ലാതെ? ഇത്രയും കാലം ഞാൻ ഇതുവഴിയല്ലേ പോയിക്കൊണ്ടിരുന്നേ. അതല്ല, ഇവിടെ വെച്ചാണ് മോൻ എന്നെ ആദ്യമായി അച്ഛാന്ന് വിളിച്ചത്. ഈ വഴിയിലൂടെ നിന്നെ ഒക്കെ തേറ്റ് ഞാൻ നടന്നു പോകുമ്പോഴാ. സുധയും ബാലുവും കൂടെയുണ്ട്. മീനാക്ഷി ജനിച്ചിട്ടില്ല. നമ്മളൊരു ബന്ധുവീട്ടിൽ പോവുക. നിന്നെ കളിപ്പിച്ച് കൊഞ്ചിച്ച് അങ്ങനെ നടക്കുകയായിരുന്നു. അച്ഛാന്നൊന്ന് വിളിക്കണമെന്ന് തമാശ പോലെ ഞാൻ പറഞ്ഞു. അടുത്ത നിമിഷം നീ അവ്യക്തമായി അച്ഛാന്ന് എന്നെ ആദ്യമായി വിളിച്ചു. എന്തോ എനിക്ക് നിന്നോട് എന്തോ ഒരു വാത്സല്യ കൂടുതലുണ്ടായിരുന്നു മോനെ. കുഞ്ഞിലെ എന്തിനും ഏതിനും നിനക്ക് അച്ഛൻ വേണമായിരുന്നു. ഞാനായിട്ട് തന്നെ സന്തോഷങ്ങളൊക്കെ ഇല്ലാതാക്കി. നിങ്ങൾ എന്നെ വെറുക്കുന്നതിൽ എനിക്കൊരു അതിശയവുമില്ല. പോട്ടെ, കഴിഞ്ഞത് വിട്ടേക്ക്. ഇനി നന്നായി ജീവിച്ചാ മതിയല്ലോ. അതെ, ഇനി എനിക്കൊരു ജീവിതം വേണം.
എന്റെ ഭാര്യയ്ക്കും മക്കൾക്കും മരുമക്കൾക്കുമൊപ്പം സന്തോഷമുള്ള ഒരു ജീവിതം. ഞാനിനി ഒരിക്കലും നിങ്ങളെ വിഷമിപ്പിക്കില്ല മക്കളെ, സത്യം. എനിക്കൊരാഗ്രഹമുണ്ട് മോനെ. എന്താ? എന്നെ നീ ഒന്ന് അച്ഛാന്ന് വിളിക്കണം. കോഫി. യാ, താങ്ക് യു. വെൽക്കം. ബാലു, കോഫി. താങ്ക്സ്. ഓക്കെ. ഓക്കെ ഓക്കെ, ഇവിടെ ഞങ്ങൾ റെഡി ആയിരിക്കും. 10 മണിയല്ലേ? ഓക്കെ. ശ്യാമളെ, കീർത്തനെ, ഓ ഇയാടി ശ്യാമളെ. എന്താ? വാ വാ, ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട്. ഇങ്ങോട്ട് വാ. എന്നാച്ചാ? പറയാം. എന്താ? ഞാൻ നിന്നോട് പറഞ്ഞിരുന്നില്ലേ കീർത്തനയ്ക്ക് ഒരു ആലോചന വന്നിട്ടുണ്ടെന്ന്. MBA സ്റ്റുഡന്റ് അഖിലേഷിന്റെ. അവരിങ്ങോട്ട് വരുന്നുണ്ടെന്നേ. എന്നുവെച്ചാ വിവാഹാലോചനയായിട്ട് വരുന്നോ? പിന്നല്ലാതെ സിനിമ കാണാൻ വരുമോ? എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു പറഞ്ഞുറപ്പിക്കൽ. ഇവക്ക് 18 വയസ്സ് കഴിയാൻ പോവല്ലേ? 18 കഴിഞ്ഞാൽ ഉടനെ എൻഗേജ്മെന്റ്. കല്യാണമൊക്കെ 2 വർഷം കഴിഞ്ഞ് മതി. അപ്പോഴത്തേക്ക് എനിക്കെന്താ സംഭവിച്ച? കണ്ണിനാകെ ഒരു മൂടല്, ഒന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. കമോണ പറഞ്ഞ എന്തു പറ്റിയാ പറഞ്ഞ? ഒന്നുമില്ല സാർ. എന്താ? ഭഗവാനെ, എന്റെ സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ ഞാൻ നിന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. നീയേ ഉള്ളൂ എനിക്ക് തുണ. ഇപ്പൊ ഞാൻ കടന്നു പോകുന്ന അവസ്ഥ എങ്ങോട്ടായിരിക്കും ഭഗവാനെ എന്നെ എത്തിക്കാൻ പോകുന്നത്? എന്തൊക്കെയോ സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എന്റെ കഴുത്തിൽ താലി കെട്ടിയ ആള് തിരിച്ചു വന്നത് എനിക്കിനി ഒരു നല്ല ജീവിതം തരാൻ വേണ്ടി തന്നെയാണോ? അദ്ദേഹത്തിന്റെ രീതികൾ കാണുമ്പോ പുതിയൊരു ജീവിതത്തിലേക്ക് വന്നിരിക്കുന്നു എന്നാണ്
എനിക്ക് തോന്നുന്നത്. അദ്ദേഹം കാണിക്കുന്നതെല്ലാം യാഥാർത്ഥ്യമാണെങ്കിൽ എന്റെ ജീവിതത്തിൽ വീണ്ടും വെളിച്ചം വരാൻ പോവുകയാണോ? ഞാൻ ആത്മാർത്ഥമായിട്ട് സന്തോഷിച്ചോട്ടെ ഭഗവാനെ. ബാലുവും സാഗറും മീനാക്ഷിയൊക്കെ അദ്ദേഹത്തിന്റെ വരവിൽ സന്തോഷിക്കുകയാണ്. ജീവിതത്തിൽ വെളിച്ചവും തെളിച്ചവും വരാൻ പോവുകയാണെന്ന് തന്നെ തോന്നുകയാണ്. ഈ അടുത്ത് എനിക്ക് വേണ്ടി അദ്ദേഹം പിള്ളേച്ചനെ തല്ലാൻ വരെ ചെന്നു. ഒരു നിമിഷം ഞാൻ പേടിച്ചു പോയെങ്കിലും അടുത്ത നിമിഷം മനസ്സിൽ സന്തോഷിച്ചു. എന്നെ ശ്രദ്ധിക്കാനും എനിക്ക് വേണ്ടി ചോദിക്കാനുമെല്ലാം ഒരാള് തിരിച്ചു വന്ന സന്തോഷമായിരുന്നു എനിക്കപ്പോ. ഈ സന്തോഷം എനിക്കെടുത്തിക്കളയരുതേ ഭഗവാനെ. അത്രേ ഉള്ളൂ എന്റെ അപേക്ഷ. അയ്യോ, ഭഗവാനെ, എന്തെങ്കിലും ആപത്ത് വരുന്നതിന്റെ സൂചനയാണോ ഇത്? ഞാനേ ഇപ്പൊ ഒടുക്കത്തെ ഹാപ്പിയാടി, ഒടുക്കത്തെ ഹാപ്പി. കാര്യങ്ങളൊക്കെ വിചാരിക്കുന്ന രീതിയിൽ തന്നെ നടക്കുമല്ലേ? പിന്നല്ലാതെ. ദേ, ഞാൻ വിരിച്ച വലയിൽ സാഗർ വീണു. ആ, ആണോ? എന്താ നിക്ക്. ആ, ഞാനേ ഇപ്പോൾ അവന്റെ ഹീറോയാ. അവനെയാണല്ലോ നമുക്ക് ആവശ്യം. എങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സർജറിയുടെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യണം. അവന്റെ മനസ്സ് മാറുന്നതിന് മുമ്പ് കാര്യങ്ങളൊക്കെ നടത്തിയിരിക്കണം. നീ ടെൻഷൻ ആവാതെ ഒക്കെ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ നടത്തിയെടുക്കും. എന്തുദ്ദേശത്തോടെയാണോ ഞാൻ ഇവിടെ വന്നത് അത് നടത്തിയെടുത്തിട്ടേ ഞാൻ തിരിച്ചു വരൂ. പിന്നല്ലാതെ സുധാമണിയും സംഘവും വിചാരിച്ചിരിക്കുന്നതേ ഞാൻ മനസ്സ് മാറി ഇങ്ങ് തിരിച്ചു വന്നിരിക്കുകയെന്നാ. സുധാമണിയുടെ മനസ്സും മാറി തുടങ്ങിയിട്ടുണ്ട്. എന്നോടുള്ള ദേഷ്യവും കുറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ലക്ഷ്യം നടത്താനുള്ള സാഹചര്യങ്ങളൊക്കെ അനുകൂലമായി വരികയാണ്. സാഗറിനെ കൂടെ തന്നെ നിർത്തണം. അഥവാ സുധാമണിക്ക് എന്തെങ്കിലും സംശയം വന്നാലും സാഗർ കൂടെ ഉണ്ടാവണം. പറഞ്ഞില്ലേ, സാഗർ ഇപ്പോൾ അനുകൂലമായി തുടങ്ങി. ഇനി അവനെ പൂർണ്ണമായിട്ടും എന്റെ ആളാക്കണം. മീനാക്ഷി ഇപ്പൊ തന്നെ എന്റെ ഭാഗത്തുണ്ട്. ഇനി സാഗറിനെയും 100% എന്റെ ആരാധകനായി മാറ്റിയെടുക്കും. അവനെ കുരുക്കാൻ പറ്റിയ നല്ലൊരിര എന്റെ കയ്യിൽ വന്ന് പെട്ടിട്ടുണ്ട്. അതെന്തിരയാ? ആ ഇരയുടെ പേരാണ് കീർത്തന. ഈ കോളനിയുടെ ഉടമസ്ഥൻ ഒരു പിള്ളയുണ്ട്. ആ പിള്ളയുടെ മോള ഈ കീർത്തന. ഈ സാഗറും കീർത്തനയും തമ്മിൽ പ്രേമമാണ്. അതിന്റെ ഒരു നടത്തിപ്പ് ഞാൻ ഇങ്ങ് ഏറ്റെടുത്തിരിക്കുക. അതോടെയാ സാഗർ ഫ്ലാറ്റായത്. ഏട്ടാ അറിയാലോ, നമ്മൾ തീരുമാനിച്ച തീയതി അടുത്തിരിക്കുക. അതിനു മുമ്പ് ഉദ്ദേശിച്ച രീതിയിൽ കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കണം. നീ പേടിക്കണ്ട, എനിക്കറിയാം കാര്യങ്ങളൊക്കെ ഏത് രീതിയിൽ നടത്തിയെടുക്കണമെന്ന്. വന്ന കാര്യം സാധിച്ചിട്ടേ ഞാൻ മടങ്ങൂ. അച്ഛാ, ദേ അച്ഛനെ കാണാതെ എനിക്കൊരു സമാധാനവും ഇല്ല. എത്രയും പെട്ടെന്ന് അച്ഛനിങ്ങ് വരണം. എന്റെ മോളെ വിഷമിക്കാതെ.